हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव। ശ്രീമദ്ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസയോഗം 21-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ബാഹ്യസ്പർശേഷു അസക്താത്മാ വിന്ദത്യാത്മനി യത് സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതി. മലയാളം: ബാഹ്യപ്രേരണ കൂടാതെ സ്വയം സുഖമണഞ്ഞവൻ ബ്രഹ്മയോഗത്തിലാപ്പെട്ടു ബ്രഹ്മാനന്ദമണഞ്ഞിടും. അന്വയം: ബാഹ്യസ്പർശേഷു അസക്താത്മാ, ബാഹ്യവിഷയങ്ങളിൽ ശക്തിയില്ലാത്തവനായി, ആത്മനി, ആത്മാവിൽ, യൽ സുഖം, ഏതൊരു സുഖത്തെ, വിന്ദതി, ആസ്വദിക്കുന്നുവോ, സഹ, അവൻ അല്ലെങ്കിൽ അദ്ദേഹം, ബ്രഹ്മയോഗയുക്താത്മാ, ബ്രഹ്മധ്യാനത്തിൽ മുഴുകിയ ആത്മസംയമിയായിട്ട്, അക്ഷയം, അക്ഷയമായ സുഖം, അശ്നുതി, സുഖത്തെ അനുഭവിക്കുന്നു. ബാഹ്യവിഷയങ്ങളിൽ നിന്നെല്ലാം മുക്തനായിട്ടുള്ള ഒരാൾക്ക് ഒരു ഇന്ദ്രിയങ്ങളിലും യാതൊരു സുഖം, ഇന്ദ്രിയ സുഖങ്ങളിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല, ആസക്തി ഉണ്ടാവില്ല. അദ്ദേഹം സമാധി കൊണ്ട് ആത്മാവിൽ നിന്നുള്ള ആനന്ദം, പരമാനന്ദമാണ് അനുഭവിക്കുന്നത്. അതിൽ ഏകാഗ്രമായി മനസ്സൂന്നാണ്. അങ്ങനെ അതിൽ നിന്നുള്ള ഒരു ആനന്ദം, അതായത് ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തി, അതിൽ നിന്നുള്ള ആനന്ദം എന്ന് പറഞ്ഞത് അനിർവചനീയമാണ്. അതായത് നമുക്ക് നിർവചിക്കാനേ പറ്റില്ല, അത്രയും ആനന്ദം അനുഭവിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ഇങ്ങനെയാണ്, ഒന്നിനോടും താല്പര്യമില്ലാത്ത ഒരാളാണ്, നിസ്സംഗനാണ് എന്നൊക്കെ ഉള്ള ഒരു സെൻറ്റൻസ്, ഒരു വാക്യം വരുമ്പോൾ ചെറിയൊരു സംശയം വരും. അത്രയും കഠിനമാണോ ബ്രഹ്മനിഷ്ഠൻ്റെ ഹൃദയം എന്ന്? ഒന്നിനോടും പ്രതികരിക്കില്ലല്ലോ. അപ്പോൾ അതൊരു നിർവികാരതയാണത് അവിടെ വരുന്നത്. നിർവികാരമായിട്ടുള്ള ഒരു അവസ്ഥ ആണെങ്കിൽ എന്തിനാണ് പിന്നെ ജീവിച്ചിട്ട് കാര്യം എന്ന് ചെറിയൊരു സംശയം വരും. കാരണം ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ നശ്വരങ്ങളാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഇന്ദ്രിയ വിഷയങ്ങളോട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സുഖം കിട്ടുന്നില്ലേ? ആ സുഖമൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ ബ്രഹ്മനിഷ്ഠനെ പോലെ സമചിത്തത എന്നൊക്കെ പറഞ്ഞ് ഹൃദയം കല്ലുപോലെ ആക്കി ഇരിക്കണമോ എന്ന് ചെറിയൊരു സംശയം വരും. അതിനുള്ള ഉത്തരമാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് സുഖമാണല്ലോ, ആ സുഖം ലഭിക്കണം. സാധാരണ ഒരു ഇന്ദ്രിയങ്ങളോട് മല്ലിട്ട് ജീവിക്കുന്ന നമ്മൾക്ക് എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തേക്കാണ് തുറന്നിരിക്കുന്നതെന്നും അവ പ്രകൃതിയുമായിട്ടുള്ള അല്ലെങ്കിൽ വിഷയരസങ്ങൾ അനുഭവിക്കാനുള്ളതാണെന്നും ആ വിഷയരസങ്ങളാണ് നമുക്ക് രാഗദ്വേഷങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു യോഗി എന്ന് പറയുമ്പോൾ യോഗി ഇതിൽ നിന്നെല്ലാം മുക്തനാണ്. അദ്ദേഹം സമാധിയിലിരുന്ന് ആത്മാവിൽ നിന്നുള്ള ഒരു ആനന്ദമാണ് അനുഭവിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പം അവിടെയും ആനന്ദം കിട്ടുന്നുണ്ട്, സന്തോഷം കിട്ടുകയല്ലേ വേണ്ടൂ. അത് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്, ആത്മസാക്ഷാത്കാരം നേടിയ യോഗിക്കും കിട്ടുന്നുണ്ട്. ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് കിട്ടുന്ന സന്തോഷം കുറച്ചു കാലം മാത്രമേ നിലനിൽക്കുള്ളൂ. പക്ഷേ ആത്മസാക്ഷാത്കാരം നേടിയ യോഗിക്ക് അത് എന്നെന്നും നിലനിൽക്കുന്ന ഒരു സന്തോഷമായിരിക്കും. നമുക്കറിയാം നമ്മൾ പ്രകൃതിയിൽ ഈ സംസാര സാഗരത്തിൽ കിടന്നുഴലാണ്. അപ്പോൾ നമുക്ക് ചില വിഷയങ്ങളൊക്കെ സന്തോഷം തരുന്നു, ചിലപ്പോൾ സങ്കടം തരുന്നു. എങ്കിലും നമുക്ക് ഈ വരുന്ന സന്തോഷം, നാളെ ഒരു ലോട്ടറി കിട്ടി, നമുക്ക് വളരെ സന്തോഷമായി. ഒരു 2 മാസം 3 മാസം 2 കൊല്ലമോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള പൈസയൊക്കെ തീരുമ്പോൾ വീണ്ടും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നു, നമുക്ക് വീണ്ടും സങ്കടം വരുന്നു. നൈമിഷികമാണ് അതപ്പോൾ. തീർന്നു. ഒരേ കാഴ്ച, എന്നും കാണുന്ന ഒരേ കാഴ്ച കുറേ കാലം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്തപ്പോൾ കാണാനുള്ളത്, എന്നും കാണുന്നത് തന്നെയല്ലേ, മടുക്കുന്നു, ബോറടിക്കുന്നു. അതാണ് നമ്മുടെ ഭാഷ അല്ലേ, ബോറടിക്കുന്നു. കുറേ ഒരു പരിധി കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും കാണുമ്പോൾ, അതേപോലെ കേട്ടത് വീണ്ടും 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 കേൾക്കുമ്പോൾ, രുചിച്ച ഭക്ഷണം, എന്നും ചോറ് സാമ്പാറാണോ, അയ്യോ മടുത്തു, അതാണ് നമ്മുടെ ഭാഷ. അയ്യോ മടുത്തു, ഇനിയെങ്കിലും വേറെ എന്തെങ്കിലും വേണേ,
അപ്പോൾ ആ മടുപ്പ് വരുമ്പോൾ നമ്മൾ വീണ്ടും അസ്വസ്ഥരായിട്ട് മാറി. അത് താൽക്കാലികമാണ്. അതേ സമയത്ത് ഈ ഒരു ജ്ഞാനി ആത്മാവിനോട് ചേർന്നിരുന്ന് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ അവർക്ക് മടുപ്പ് വരുന്നില്ല. അവർക്ക് കൂടുതൽ കൂടുതൽ അതിനോട് യോജിക്കണം, അല്ലെങ്കിൽ അതിനോട് അത് ഇനിയും നേടണം എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന പോലെയുള്ളൂ. ചില കാര്യങ്ങൾ നമുക്ക് വളരെ മടുപ്പില്ല, നമ്മൾ സന്തോഷത്തോടെ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്നും അത് കിട്ടിയില്ലെങ്കിലാണ് നമുക്ക് ദേഷ്യം വരിക, അല്ലേ? എനിക്ക് ഒരാളെ വളരെ ഇഷ്ടമാണ്. ഇന്നത്തെ കാലത്തെ ചെറിയ തലമുറയോട് പറയുകയാണെങ്കിൽ നമ്മുടെ ലവർ, അല്ലേ, കാമുകൻ അല്ലെങ്കിൽ കാമുകി, ദിവസവും ഞാൻ കാണുന്നു, സംസാരിക്കുന്നു. അപ്പം നാളെ രാവിലെ മുതൽ നമ്മുടെ ചിന്ത എന്താണ്? എനിക്ക് അവരെ കാണണം. എപ്പോഴാണ് കാണുക? ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം? ഞാൻ എങ്ങനെ ഒരുങ്ങണം? ഇതൊക്കെ ചിന്തിച്ചാണ് നമ്മൾ പോകുന്നത്. ആദ്യ ദിവസം കണ്ടു, രണ്ടാമത്തെ ദിവസം കണ്ടു, മൂന്നാമത്തെ ദിവസവും കണ്ടു. പിന്നത്തെ ദിവസം നോക്കിയപ്പോൾ അവർക്ക് വരാൻ പറ്റിയില്ല. അയ്യോ മതി, നമുക്ക് ആകെപ്പാടെ അസ്വസ്ഥത തുടങ്ങി. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ നല്ല ടേസ്റ്റുള്ള ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചു. അയ്യോ എന്താ നാവിലെ രുചി എന്നറിയോ? 10 കൊല്ലം മുന്നേ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണമാണ്. അതിൻ്റെ രുചി ഇപ്പോഴും എൻ്റെ നാവിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയുന്നു, ഇതുപോലെ ഒരു ഭക്ഷണം എനിക്ക് ഉണ്ടാക്കി തരണമെന്ന്. അതുണ്ടാക്കിയത് അമ്മയാണ്, ഇതുണ്ടാക്കുന്നത് ഭാര്യയാണ്. രണ്ടും സാധനങ്ങളെല്ലാം ഒന്നാണ്. ഒരു എക്സാമ്പിൾ പറയാച്ച സാമ്പാറാണ്. പക്ഷേ ഇത് ഭാര്യ ഉണ്ടാക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അത്ര തന്നെ വന്നു എന്ന് വരില്ല. ഇനി അതിനെ തന്നെ വേറെ തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഭാര്യ തന്നെ ആദ്യത്തെ ഒരു ദിവസം വളരെ നല്ല ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. അതിനോട് നമുക്കൊരാസക്തി വന്നു. ശരി, നാളെ നീ ഇത് തന്നെ ഉണ്ടാക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഉണ്ടാക്കി കൊടുത്തു, ആസ്വദിച്ചു. കുറച്ച് കാലം കഴിഞ്ഞു, വീണ്ടും അതുപോലെ ഒന്നുണ്ടാക്കാൻ പറഞ്ഞു. അന്ന് നമ്മൾ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ഒന്നും കൂടെ ഉണ്ടാക്കി തരൂ? ഓ ശരി, ഉണ്ടാക്കിത്തരാം. അതേപോലെ തന്നെ അളവൊക്കെ എടുത്ത് ചെയ്യുന്നു. പക്ഷേ ചിലപ്പോൾ അടി പിടിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരിത്തിരി ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇത്തിരി ഉപ്പ് കൂടി ഉണ്ടാവാം, മുളക് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവാം. ആ ടേസ്റ്റ് വന്നില്ല. അപ്പോഴും നമുക്ക് എന്താണ്? അസ്വസ്ഥത തുടങ്ങുന്നു. എപ്പോഴാണ് ഈ അസ്വസ്ഥത മാറുന്നതെന്നറിയോ? ബോറടിക്കാത്തൊരു കാര്യമുണ്ട് നമുക്ക്. എന്താണ്? നമ്മൾ ഉറങ്ങുന്നു. ആർക്കെങ്കിലും ബോറടിക്കുമോ? ഇല്ല. ഉറങ്ങാൻ കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്, അല്ലേ? ഉറങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ഞാൻ എന്നും ഉറങ്ങണോ? പക്ഷെ എന്നും ഇങ്ങനെ ഉറങ്ങണോ? അങ്ങനെ ആരെങ്കിലും ചോദിക്കുമോ? ഇല്ല, ബോറടിക്കില്ല. ഉറക്കം വരുന്നത് തന്നെ നമുക്ക് സന്തോഷമാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും സൂര്യൻ ഉദിക്കേണ്ടിയിരുന്നില്ല എന്ന്, എന്നാൽ കുറച്ച് നേരം കൂടെ കിടക്കാമല്ലോ എന്ന്. അത്രയും സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഉറങ്ങുമ്പോൾ. സ്വപ്നം കൂടെ, നല്ല നല്ല സ്വപ്നങ്ങളും കൂടെ കണ്ടാൽ പിന്നെ പറയണ്ട. അവിടെ എന്താണ്? നമ്മുടെ മനസ്സും ചിന്തകളും ഒക്കെ അടക്കി നമ്മൾ ഗാഠമായിട്ടുള്ള ഒരു നിദ്രയിലേക്ക് പോവുകയാണ്. സുഖമായിട്ട് ഉറങ്ങുന്നു. പക്ഷെ ആ ഉറക്കം ഇല്ലെങ്കിലോ? ഒരു ദിവസവും നമുക്ക് ഉറക്കം കിട്ടുന്നില്ല. നമ്മൾ ചിലപ്പോൾ ഭ്രാന്തൻ്റെ ഒരു ലക്ഷണങ്ങൾ വരെ കാണിച്ചു. അതുപോലെ ഈ സ്ഥിതപ്രജ്ഞത്വം നേടിയ ഒരു ജ്ഞാനിക്ക് ഒരിക്കലും ബോറടിക്കാത്തൊരു കാര്യമാണ് ഈ ആത്മാനന്ദരസം അനുഭവിക്കൽ. അങ്ങനെ അനുഭവിച്ച് കഴിഞ്ഞാലേ അതിൻ്റെ സുഖം മനസ്സിലാവുള്ളൂ എന്നാണ്. നമ്മൾ ഉറങ്ങുന്ന അതേ സുഖം തന്നെയാണ്. അപ്പോൾ ആ സുഖം മനസ്സിലാവണമെങ്കിൽ അത് നേടണം. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഒരു ആസക്തിയില്ല, ബാഹ്യവിഷയങ്ങളിൽ യാതൊരു ആസക്തിയില്ല. പക്ഷേ അവർ സുഖം കണ്ടെത്തുന്നു. നമ്മൾ ഇന്ദ്രിയങ്ങളിൽ സുഖം കണ്ടെത്തുന്ന പോലെ തന്നെ അവർ സുഖം കണ്ടെത്തുന്നു. അതിൻ്റെ ആത്മാനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നു. ഇനി 22ാമത്തെ ശ്ലോകം. യേഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയ ഏവതേ ആദ്യന്തവന്ത കൗന്ദേയ ന തേഷു രമതേ ബുധഃ. മലയാളം. വിഷയേന്ദ്രിയയോഗങ്ങൾ വിഷമം ദുഃഖകാരണം, വരും പോകും അതിൽ തെല്ലും മതിമാൻ തുഷ്ടനായിടാ. അന്വയം. കൗന്ദേയ, യേ ഭോഗാഹ, ഏത് ഭോഗങ്ങളാണോ, സംസ്പർശജാഹി, വിഷയജന്യങ്ങളാകുന്നത്, തേ, അവ, ദുഃഖയോനയ ഏവ, ദുഃഖകാരണങ്ങളും ആകുന്നു. ആദ്യന്തവന്തഃ, തുടക്കവും അവസാനവുമുള്ളവയാകുന്നു. തേഷു, അവയിൽ, ബുധഃ, ബുദ്ധിമാന്മാർ, ന രമതേ, ആനന്ദിക്കുന്നില്ല.
ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടുണ്ടായ നമുക്കുണ്ടാകുന്ന സുഖങ്ങളാണ് നമുക്കിഷ്ടം. ആ സുഖങ്ങളെല്ലാം ദുഃഖങ്ങളായാലും എന്തായാലും അത് ഒരു താൽക്കാലികമാണ് എന്ന് പറയാൻ എന്താണ് കാരണം എന്ന് ചെറിയൊരു സംശയം നമുക്ക് വരാം. കാരണം ഒരു സുഖമല്ലേ, പിന്നെ എന്താണ് അത് താൽക്കാലികമാണെന്ന് പറയുന്നത്? അതിനെല്ലാറ്റിനും എന്തുണ്ട്? ഒരു ഒടുക്കവും തുടക്കവുമുണ്ട്. തുടങ്ങി അവസാനിക്കുന്നു. ബുദ്ധിമാന്മാരിതൊന്നും മൈൻഡ് ചെയ്യാറേയില്ല. അവരിതിനെപ്പറ്റി ചിന്തിക്കുന്നേയില്ല. ആത്മാനന്ദം അനുഭവിക്കാൻ തുടങ്ങിയ ആൾക്കാർ വിഷയസമ്പർക്കമില്ല അവർക്ക്. അപ്പോൾ ഈ സുഖത്തിന് വേണ്ടി നമ്മൾ പ്രാകൃതന്മാരെ പോലെ നമ്മളിങ്ങനെ പല വിഷയങ്ങളുടെയും പിന്നാലെ പാഞ്ഞു പോകുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ്. അത് ബുദ്ധിയുള്ളവർക്കൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം ആ സുഖം പിന്നീട് നിലനിൽക്കുന്നതല്ലാന്നും ഒരിക്കൽ തന്നെ നമുക്ക് സുഖം കിട്ടിയ നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ നമുക്ക് സുഖം തരുന്ന അതേ കാര്യങ്ങൾ തന്നെ പിന്നീട് നമ്മൾക്ക് കാണുമ്പോൾ കുറേ പ്രാവശ്യം കാണുമ്പോൾ നമ്മൾ ഇതിപ്പോൾ എന്താ നമ്മൾ കണ്ടു കഴിഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് തോന്നുന്നു? ബോറടിക്കുന്നു, അല്ലെങ്കിൽ സുഖം തരുന്നില്ല. അതേ വസ്തു തന്നെ ചിലപ്പോൾ ദുഃഖം തന്നു എന്നും വരാം. അപ്പം നമ്മളിപ്പോൾ ഒരു ഭക്ഷണപ്രിയനാണ്, ലഡു തിന്നാണ്. ആദ്യത്തെ തോന്നുന്നു ഹായ് നല്ല ടേസ്റ്റ് ഉണ്ട്, രണ്ടാമത്തെ തിന്നു അതും ടേസ്റ്റ് ഉണ്ട്, ഇനിയും തിന്നുന്നു. അങ്ങനെ ഒരു 5 എണ്ണം കഴിഞ്ഞു. 6ാമത്തെ എത്തുമ്പോഴേക്കും അതിന് ഇത്തിരി മധുരം കൂടുതലാണോ, എന്തോ ഒരു സാധാരണത്തെ ഒരു ടേസ്റ്റ് വന്നില്ല. അതിൻ്റെ ഇടയിൽ കൽക്കണ്ടം കടിക്കുമായിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. ഇതിപ്പോൾ അതില്ല. ഇതിന് പഴക്കമുണ്ടോ, ഇത് ബേക്കറിയിൽ എത്ര മുന്നേ വെച്ചതായിരിക്കും? ചിന്തകൾ തുടങ്ങുകയായി. കാരണം നമുക്ക് ബോറടിക്കാൻ തുടങ്ങി. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അതുപോലെ തന്നെയാണ് നമുക്ക് സുഖം തരുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ജീവിതം ആരംഭിക്കുന്നു, ഭാര്യ ഭർത്താവൊത്ത് ജീവിക്കുന്നു, കുട്ടികളാവുന്നു. അങ്ങനെയുള്ള ജീവിതത്തിൽ അവർ സന്തോഷം കാണുന്നു. ബന്ധുക്കളെ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുന്നു, അവരിൽ സന്തോഷം കാണുന്നു. പ്രകൃതിയിലും നമ്മൾ പലതരത്തിലുള്ള സന്തോഷങ്ങൾ അനുഭവിക്കുന്നു. ഇതിലൊന്നിനും ഒരു ദോഷം വരുന്നത് നമ്മൾക്ക് ആർക്കും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഒരു മരണം എടുക്കുകയാണെങ്കിൽ അത് എവിടെയോ നടന്നൊരു മരണമാണെങ്കിൽ നമുക്ക് ഒന്നും ഫീൽ ചെയ്യില്ല. നമുക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചരമക്കോളം നോക്കിയാൽ കാണാം, തിരുവനന്തപുരത്ത് ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ തൃശ്ശൂർ ഒരാൾ മരിച്ചു. അത് നമ്മൾക്ക് അറിയുന്ന ഒരാളും അല്ല, അത് നമ്മളെ ബാധിക്കുകയില്ല. പക്ഷെ നമ്മുടെ ബന്ധുക്കളിൽ അത് വരാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നേ ഇല്ല. നമ്മളങ്ങനെ ചിന്തിക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. അത് നമ്മുടെ സ്വാർത്ഥത തന്നെ പറയാൻ വേണമെങ്കിൽ. സത്യത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ മരണമുണ്ട്, ആ നിയമം നമ്മൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷെ നമുക്കിഷ്ടമല്ല. ചിലപ്പോൾ നമ്മൾ പറയല്ലേ അകാല മൃത്യുവാണ് പറയും. മരണത്തിന് കണ്ണും മൂക്കുമില്ല പറയും. പ്രായമില്ല, എപ്പോൾ വേണമെങ്കിൽ വരും. കോമാളിയാണ് അല്ലേ, എപ്പോൾ വേണമെങ്കിലും വരും. കാരണം എന്താ വെച്ചാൽ നമുക്കത് ഇഷ്ടമല്ല. ആ ഒരു ന്യൂസ് കേൾക്കാൻ പോലും നമുക്ക് ഇഷ്ടമല്ല. നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനൊരു സംഭവം നടക്കുമെന്ന്. കാരണം സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങളെല്ലാം അവസാനിച്ച് കഴിഞ്ഞാൽ ശരീരം ഉപയോഗശൂന്യമാവും. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സുകളിൽ എല്ലാ അധ്യായങ്ങളിലും വിവരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ശരീരം ഉപേക്ഷിച്ചേ പറ്റൂ. ഇതൊക്കെ നമുക്കറിയാം. കാരണം അവരോടൊത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം, അല്ലെങ്കിൽ എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ടും ജീവിക്കുന്നു എന്നുള്ള ഒരു തത്വമാണ് നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറാൻ നമുക്കിഷ്ടമല്ല. കാരണം അത് നമുക്ക് സുഖം തന്നിരുന്നത്, അതിൽ ബോറടി ഉണ്ടായിരുന്നില്ല. പക്ഷെ നാളെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അറിയുന്ന നമ്മളുടെ ബന്ധുക്കൾക്കാണെങ്കിൽ ആ വിയോഗം നമുക്ക് സുഖമല്ല തരുന്നത്, അത് ദുഃഖമാണ് തരുന്നത്. അത് ശരിക്കും ദുഃഖം തരുവാണോ? അല്ല. നമ്മൾക്ക് അത് മാറ്റാൻ പറ്റുന്നില്ല. എന്താണ്? നമ്മളെന്നും നല്ല ചായ കുടിച്ച് എന്നും ശീലമായി. അടുത്ത ദിവസം കുറച്ച് ചായക്ക് ടേസ്റ്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നില്ല. അതുപോലെ ഇവരോടൊത്തുള്ള ഒരു ജീവിതം നമ്മൾ സുഖമായിട്ട് കണ്ടു, അത് ശീലിച്ചു. അപ്പം നമുക്ക് വിയോഗം നമ്മൾ മാറണം. അതായത് നമ്മൾക്ക് നമ്മളെ മാറ്റാൻ പറ്റില്ല. അത് ഉൾക്കൊള്ളാനായിട്ട് ഒരിക്കലും വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. വളരെ ബുദ്ധിമുട്ടാണ് അത് ഉൾക്കൊള്ളാൻ. നമുക്ക് പേടിയാണ്. കാരണം നമുക്കത് മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നേ ഇല്ല. ഇത്രയും കാലം സുഖം തന്ന ഒരു വസ്തു നാളെ അത് നമുക്ക് ദുഃഖം തരുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമുക്കത് ചിന്തിക്കുന്നതേ പേടിയാണ്. ശരിക്കും എന്താണ്? തുടക്കമുണ്ടെങ്കിൽ എപ്പോഴും ഒടുക്കം ഉണ്ടാവും. അതാരാണ് ചിന്തിക്കുന്നത്? ബുദ്ധിമാന്മാർ. അതുകൊണ്ട് അവർക്ക് അതിൽ പ്രത്യേകമായിട്ട് ഒരു സന്തോഷം ഉണ്ടാവുന്നില്ല.
അപ്പോൾ നമ്മളുടെ മനസ്സിനെ ഇത് പറഞ്ഞ് പഠിപ്പിക്കണം. ഇങ്ങനെയാണ് കാര്യങ്ങൾ. അത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ എന്ന് സാധിക്കുന്നോ അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ജ്ഞാനം എന്നുള്ളതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയില്ലേ, അതേപോലെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്കെങ്കിലും കുറച്ചെങ്കിലും എത്തുന്നത്. അപ്പോൾ ഈ നമ്മൾക്ക് ശ്രേയസ്കരമായിട്ടുള്ള ഒരു മാർഗത്തിലേക്ക് നമ്മൾ നീങ്ങാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സോ എന്തോ ആയിക്കോട്ടെ, അതിലൊരു ശത്രുവും കൂടെ ഇരിക്കുന്നുണ്ട്. അത് നമ്മളെ ഇന്ദ്രിയങ്ങളിങ്ങനെ നമ്മളെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും, വിഷയത്തിലേക്ക് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ശത്രുവിനെ, ഇപ്പോൾ ഇവിടെ അർജുനൻ യുദ്ധക്കളത്തിൽ ശത്രുക്കളോട് പോരാടുക എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ശത്രുവിനെ നമ്മൾ സർവ്വശക്തി ഉപയോഗിച്ചിട്ട് തുരത്തണം. അതാണ് അടുത്ത ശ്ലോകത്തിൽ ഇനി വിവരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ബുദ്ധിമാനായിട്ടുള്ള ഒരാൾ ഈ ഭൗതികതയിൽ ബന്ധം കൊണ്ടുണ്ടായിട്ടുള്ള ദുഃഖങ്ങളിലൊന്നും പങ്കുകൊള്ളില്ല. അല്ലയോ കുന്തി, ആദിയുമുണ്ട് അവസാനമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ബുദ്ധിമാന്മാർ അതിൽ സന്തോഷം കൊള്ളുന്നില്ല. ഇത് അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. 22 ശ്ലോകങ്ങൾ വായിച്ചു. ഇനി അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പിതുമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാമരോഗരാശി നിരുന്തിരവാതാലയവാസ വിഷ്ണു.